ജിൻസു ഹേനയെ കിസ് ചെയ്യുന്ന ടൈം അവൾ അവനെയും തട്ടിമാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതും കാണിച്ചാണല്ലോ കഴിഞ്ഞ എപ്പിസോഡ് എൻഡായത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഷോക്ക് അടിച്ച പോലെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ശാപത്തിന്റെ കാര്യം ഓർക്കാം. അതുകൊണ്ട് തന്നെ പപ്പിയായി മാറുന്നതിന് മുന്നേ ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് ഓടി ഒളിച്ചിരിക്കുമെങ്കിലും ഹേന ഡോഗായി മാറില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇക്കാര്യം ചേച്ചിനോടും പറയുന്നുണ്ട്. ഇന്നേരം അങ്കിളും അവിടെ ഉണ്ടായിരുന്നു. കിസ് ചെയ്തിട്ടും ഡോഗായി മാറിയില്ലെങ്കിൽ അതിനൊരൊറ്റ കാരണേ ഉള്ളൂ. ജിൻസോനെ നീ മുന്നേ കിസ് ചെയ്ത് ശാപം മാറ്റിയതായിരിക്കും പറയാണ് അങ്കിള്. ഏയ് അതെങ്ങനെ നടക്കാനാ? ഇവൾക്ക് കിസ് എന്താണെന്ന് ശരിക്കും അറിയാത്തോണ്ടാ. ഇവര് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, അതാ ചേഞ്ച് ആവാത്തേന്നാണ് ചേച്ചി പറയുന്നത്. ശേഷം ഹേന ഹീറോക്ക് എന്തോ മെസ്സേജ് ഒക്കെ അയക്കാൻ പോവെങ്കിലും വേണ്ടാന്ന് വെക്കാണ് അവള്. ഇതിനിടെ അവൻ അവളോട് ഇഷ്ടാണെന്ന് പറഞ്ഞതും അങ്ങനെ അവൻ ഹേനോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചിരുന്നതൊക്കെ അവൾ ഓർക്കും. ഇതേ സമയം ഹീറോയും ചെയ്തത് മണ്ടത്തരായി പോയി. ഹേന തന്നോട് ഇനി മിണ്ടാതിരിക്കുമെന്നുള്ള ടെൻഷനിലായിരുന്നു. പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുന്ന വഴി ഹേന ജിൻസോനെ തൊട്ട് പിറകിലുണ്ടെങ്കിലും അവൻ കാണാതെ ഒളിച്ചു അടക്കാണ്. ജിൻസോ പക്ഷെ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായി. ശേഷം സ്കൂളിൽ വെച്ചും ഹീറോയിൻ അവനെ ഫേസ് ചെയ്യാത്തത് കണ്ട് ജിൻസോ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഹേനയ്ക്ക് അവനോട് ദേഷ്യമൊന്നുമല്ല, എന്തോ ഫേസ് ചെയ്യാനൊരു ചമ്മല്. ഇന്നേരം എന്നിങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം ഹേനയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ മിസ്സിംഗ് പീസസ് ഒക്കെ ഹേന ഓർത്തെടുക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞ് ജിൻസോ പോകും. മിസ്സിംഗ് പീസ് അവൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കും എന്നാണ് അപ്പൊ ഹീറോയിൻ ആലോചിക്കുന്നുണ്ടാവാം. അവിടെ സിംഗട്ടായി അങ്കിള് വീട്ടില് ചുമ്മാ ഇരിക്കുന്ന ടൈം അവിടെയുള്ള ആൽബങ്ങളും മറ്റും നോക്കുന്നതിനിടെ ഹേനയും ജിൻസോയും ഒരുമിച്ചെടുത്ത ഫോട്ടോസ് കിട്ടാണ് ആൾക്ക്. അതിന് പിന്നിൽ അവരുടെ നിക് നെയിംസ് വെച്ചിട്ട പേരും കണ്ടതോടെ ഹേനയും ജിൻസോയും റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് അങ്കിളിന് മനസ്സിലാവും. അപ്പൊ തന്നെ പുള്ളി ഈ ഫോട്ടോയും കൊണ്ട് ഹേനയുടെ സ്കൂളിലേക്കും ചെല്ലുന്നുണ്ട്. പക്ഷെ ഹേനനെ തിരക്കി നടക്കുന്ന ടൈം കറക്റ്റ് പ്രിൻസിപ്പാളിന്റെ കയ്യിൽ തന്നെ ചെന്ന് വിടും. ഹേന എന്റെ നീസാണെന്നും പറഞ്ഞ ഫോട്ടോ കാണിച്ചതും പ്രിൻസി നൈസായിട്ട് അത് വാങ്ങി വെക്കാണ്. ശേഷം ഡോഗ്സിന് ഭയങ്കര ഇഷ്ടമുള്ള എന്തോ ഒന്ന് കാണിച്ച് അങ്കിളിനെ മയക്കുകയും ചെയ്യും. അവിടെ കട്ട് ചെയ്താ ഹേനയ്ക്ക് അവളുടെ ടേബിളിൽ നിന്ന് ബ്രേസ്ലെറ്റ് കിട്ടുന്ന ടൈം അത് പ്രിൻസി നിനക്ക് തന്നതാണെന്നൊക്കെ ഫ്രണ്ട് മിസ് പറയുമെങ്കിലും അവൾക്ക് അതൊന്നും ഓർമ്മ കാണില്ല. പക്ഷെ ഇപ്പോഴും അങ്കിൾ ഇന്നലെ പറഞ്ഞ കാര്യവും പിന്നെ ജിൻസോയുടെ ഓർമ്മകളൊക്കെയാണ് അവളുടെ മൈൻഡിലുണ്ടാവുക. ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിക്ക് തന്നെ ഇപ്പൊ ഓർമ്മയില്ല എന്ന് അവൻ പറഞ്ഞതൊക്കെ. അത് കഴിഞ്ഞ് പ്രിൻസിപ്പാൾ ആ ഫോട്ടോയുടെ കാര്യം ലീനോട് പറയുന്നതാണ് കാണിക്കുന്നത്. ഹേന അവളുടെ മെമ്മറീസ് ഓർത്തെടുക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നത് കാണിച്ച് കട്ട് ചെയ്താ അങ്കിൾ ഇപ്പൊ പുള്ളിയുടെ സൗണ്ട് പോയിട്ട് ഡോഗ്സിനെ പോലെ കുറച്ചുകൊണ്ട് നടക്കാണ്. ഫോട്ടോയുടെ കാര്യം ഹേന അറിയാതിരിക്കാൻ പ്രിൻസി കൊടുത്ത പണിയാണത്. ഇതേ സമയം നമ്മുടെ ഫാഷൻ മിസ്സിനെ കാണിക്കും. അങ്കിള് പ്രിൻസിപ്പാളിനെ തിരക്കി ഓടുന്ന ടൈം അവർ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സീൻ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഹേന അങ്കിളിനെ കാണാം. അങ്കിൾ എപ്പോഴാ സ്കൂളിലേക്ക് വന്നേ, എന്തു പറ്റിയെന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ടെങ്കിലും അങ്കിളിന്റെ സൗണ്ട് ഒന്നും വരുന്നുണ്ടാവില്ല. എഴുതി കാണിക്കാന്ന് വെച്ചാ പുള്ളി ഇപ്പൊ എഴുതാനും മറന്നുപോയിട്ടുണ്ടായി. പക്ഷെ എങ്ങനൊക്കെയോ ഒരു വിധം തന്റെ സൗണ്ട് കളഞ്ഞത് പ്രിൻസിപ്പാൾ ആണെന്ന് അങ്കിൾ അവളെ പറഞ്ഞു മനസ്സിലാക്കും. പ്രിൻസി എന്തിനാ അങ്കിളിനോട് ഇങ്ങനെ ചെയ്യുന്നേ, ഇത് ഞാൻ എന്തായാലും ചോദിച്ചറിയാന്നും പറഞ്ഞ് അങ്കിളിനെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാണ് അവള്. പിന്നീട് അപ്പൊ തന്നെ പ്രിൻസിനെ കാണാനും ചെല്ലുന്നുണ്ട്. ഈ സമയം പുള്ളിയുടെ ടേബിളിൽ നിന്ന് അവൾക്ക് ആ ഫോട്ടോയും കിട്ടും. അത് കണ്ടപാടെ ഹേന ആകെ ഷോക്ക് ആവുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോഴാണ് മിസ്സായ മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുന്നത് വരെ കാത്തിരിക്കാന്ന് ഹീറോ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലാവുന്നത്. ശേഷം ക്ലാസ്സിലേക്ക് വരുന്ന ടൈം ലീയെ കണ്ടതും എന്തിനാ എന്റെ ഫാമിലിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നെല്ലാം മുമ്പ് അവനോട് ചോദിച്ച സീനൊക്കെ ഓർമ്മ വരാണ് അവൾക്ക്. ഇതേ സമയം നിന്റെ സെൽഫിഷ് ആയ ക്രൂരമായ പ്രവൃത്തി കൊണ്ടാണ് ഇത് ഇങ്ങനെ എല്ലാം ആയെന്നും പറഞ്ഞ് ലീ പോവും. പെട്ടെന്ന് അവനെങ്ങനെ പറഞ്ഞ ഷോക്കില് ഹേന അവന്റെ പിന്നാലെ ചെല്ലാണപ്പോ താങ്കൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചതേട്ട് നീ ജിൻസോനെ ഉപേക്ഷിച്ചു എന്ന് ലീ പറയും. അതിനർത്ഥം ഞാനും ജിൻസോയും ഇഷ്ടത്തിലായിരുന്നല്ലേ, എന്റെ മെമ്മറിക്ക് പകരമായിട്ടാണല്ലേ നീ അങ്കിളിനെ മനുഷ്യനാക്കിയത്. എനിക്കിപ്പൊ എന്റെ ഓർമ്മകൾ തിരിച്ചു വേണമെന്ന് കേട്ട് നിനക്കപ്പോ നീ സേവിച്ചിരുന്ന നിന്റെ രാജ്ഞിയുടെ അഥവാ ജിയയുടെ ഓർമ്മകൾ വേണ്ടേ? അവളെ ആ മൗണ്ടൈനിൽ വെച്ച് നിങ്ങൾ കൊന്ന ഓർമ്മകൾ വേണ്ടേന്നാണ് ലീ തിരിച്ചു ചോദിക്കുക. ശേഷം ജിയ മരിച്ചു കിടന്നിരുന്നതെല്ലാം പറഞ്ഞ് വിഷമിക്കാണ് അവൻ. ജീവനച്ച് അവളുടെ മൃതദേഹം പിടിച്ച് ലീ പൊട്ടിക്കറിയുന്നത് നേരം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹേനയോട് വീണ്ടും ആ മൗണ്ടൈനിലേക്ക് വരാൻ ലീ പറയുമ്പോ അവൾ അതിന് സമ്മതിക്കുകയും ചെയ്യും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ പിരിഞ്ഞെങ്കിലും അവസാനം ഞാനും ജിൻസോയും ഒന്നാവ എന്നെ ചെയ്യുന്നു പറഞ്ഞു പോവാണെന്നിട്ട് സീൻ അവിടെ കട്ട് ചെയ്ത ജിയേനെയാണ് കാണിക്കുന്നത്. പാസ്റ്റ് ലൈഫിൽ താൻ മരിച്ചു കിടന്നിരുന്ന ഓർമ്മകളെല്ലാം ഇതിനകം അവൾക്ക് കിട്ടിയിരുന്നു. ഒപ്പം ജിൻസോ തനിക്ക് നേരെ വാള് ചൂണ്ടി നിന്നതും ലീ അത് കാണുന്നതും അല്ല. അതോടെ ലീയുടെ പ്രതികാരം എന്തിനാണെന്ന് അവൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായി. ലീ ഇതേ സമയം ജിയയുടെ ആ പഴയ ഡ്രസ്സ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. നമ്മളുടെ ജീവിതം വർഷങ്ങൾക്ക് മുന്നേ അവസാനിച്ചു, പക്ഷെ അതിന് കാരണക്കാരായവര് വീണ്ടും പുനർജനിച്ച് അവരുടെ സ്നേഹം സഫലമാക്കാൻ പോവാണ്. മെമ്മറീസ് മായച്ചതുകൊണ്ടോ എന്റെ ശാപം കൊണ്ടോ പിരിയാത്തവരെ മരണത്തിൽ പോലും ഒന്നാവാൻ സമ്മതിക്കാത്ത വണ്ണം ഞാൻ വേർപിരിക്കുന്നും പറഞ്ഞു പോവാണവൻ. പിന്നീടുള്ള സീനിൽ സ്കൂളിലെ ഒരു യൂട്യൂബ് ഗ്യാങ്ങിലെ പെൺകുട്ടി ജിയനെ കാണാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു മൗണ്ടൈനില് പ്രേതബാധയുള്ള വീടുണ്ടെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞെന്നും ആ സ്റ്റോറി കവർ ചെയ്യാൻ ജിയം അവരെ സഹായിക്കുമെന്ന് ചോദിക്കാനാണ് അവര് വന്നത്. തങ്ങളുടെ ഒപ്പം മൗണ്ടൈനിലേക്ക് പോവാൻ
ഹേന മിസ്സും വരുന്നുണ്ടെന്ന് കേട്ടതും ജിയയ്ക്ക് ആകെ ടെൻഷനാവും. ലീ വേറെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവനെ കാണാൻ പോവാണെന്നിട്ട്. പക്ഷെ സീക്രട്ട് റൂമിലെ എല്ലാ സാധനങ്ങളും ലീ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിയ ഇക്കാര്യത്തെ പറ്റി ഹീറോനോട് സംസാരിക്കുന്നതാണ് പിന്നീട് കാണിക്കുക. ഹേനയുടെ മെമ്മറി വായിക്കുന്നതല്ല ഇതിന്റെ ഒന്നും അവസാനം. ലീക്ക് മറ്റെന്തോ ഉദ്ദേശം ഉണ്ടെന്നും സ്റ്റുഡൻസിന്റെ ഒപ്പം ഹേനമിസിനെ ആ മൗണ്ടൈനിലേക്ക് വിടരുതെന്നും അവള് പറയും. വർഷങ്ങളോളം ലീ ഒരു മൗണ്ടൈൻ ഗോഡായി കഴിഞ്ഞിരുന്നതാണ് അവിടെ. എന്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ മരിച്ചതും ആ മൗണ്ടൈനിലാണ്. ആ മരണവുമായി നിങ്ങൾ രണ്ടുപേരും ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഓർമ്മകളൊന്നും മുഴുവനായി എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിനിടെ ജിൻസോക്ക് ഹേനയുടെ കോള് വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ നേരെ ഹേനയുടെ അടുത്തേക്ക് ചെന്നേക്കാണിപ്പോ. താങ്കൾ അന്ന് പറഞ്ഞ സോഹെ ബീച്ചിലേക്ക് ഞാനും വരുന്നുണ്ട്. നമ്മൾ സോഹെ കപ്പിൾ ആയതുകൊണ്ടാണോ ആ ബീച്ചിലേക്ക് തന്നെ പോണേന്ന് ചോദിച്ചതും ഹേനയ്ക്ക് അവളുടെ മെമ്മറീസ് തിരിച്ചു കിട്ടിയെന്നാണ് അവൻ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല എന്ന് അവള് പറയുന്നുണ്ട്. താങ്കളെ തിരിച്ചറിയാൻ ഇത്രയും ലേറ്റ് ആയതിൽ സോറി പറയുമ്പോ പെട്ടെന്നായിരുന്നു. ഇതേപോലെ തന്നെ എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടുന്ന പറയുന്നതിനിടയ്ക്കാണ് ആ മൗണ്ടൈനിലേക്ക് പോകുന്ന കാര്യം ഹേന പറയാം. അതിന് അവള് പിന്മാറില്ല എന്ന് കണ്ടതും ജിൻസോയും കൂടെ പോകാൻ തീരുമാനിക്കും. അങ്ങനെ പിറ്റേ ദിവസം അവരെല്ലാവരും കൂടി മൗണ്ടൈൻ ഗോഡിന്റെ ആ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ശരിക്കും ഒരു ഹൊറർ ഫീൽ ഉണ്ടെന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്യാണെന്നിട്ട് ഒടുക്കത്തെ പേടിയാണെങ്കിലും ഓയില് കൂടെ ചെന്നിരിക്കുന്നത് ജിയ ഉള്ളോണ്ടായിരുന്നു. സെയിം ടൈം വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് മുടിയും ഫ്രണ്ടിലേക്ക് ഇട്ട് ഒരു രൂപ അവിടേക്ക് വന്നതും എല്ലാരും പേടിച്ചലറി അവിടെ നിന്ന് ഓടുന്നതാണ് കാണിക്കുന്നുണ്ടാവുക. അതോടെ ഓരോന്നും ഓരോ വഴിക്കായി. അത് പ്രേതൊന്നുമല്ല, അതൊരു ഫോക്സ് ആണ്, നമ്മുടെ പ്രിൻസിപ്പൾ ആണെന്ന് ജിയ പറയുമ്പോ അതേ തുടങ്ങി വീണ്ടും പിച്ചും പേയും പറയാന്ന് ഓയുള്ളൂ. കുറച്ചു കഴിഞ്ഞ് കാല് പൊട്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ഹേനേനെ കണ്ടാണ് ജിൻസോ വരാ. അവൻ ആ മുറിവ് കെട്ടിക്കൊടുക്കുന്ന സമയം അന്ന് അവൾ ആ കുഴിയിൽ വീണപ്പുണ്ടായ മെമ്മറീസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ട് അവൾക്ക്. അതോടെ ഹേന ഒന്നും കൂടി ഇമോഷണൽ ആവും. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ആ നല്ല മൊമെന്റ്സ് എല്ലാം എനിക്ക് തിരിച്ചു വേണമെന്ന് പറയാണ് നേരം. അവിടെ സിംഗട്ടായി ലീ അങ്ങോട്ട് വരുന്ന എന്റെ പ്രസൻസ് ജിയയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ സമയം ഒരുപാട് ഡോഗ്സിനെയും കൊണ്ടാണ് അവൻ വരുന്നത്. ആ കൊക്കോ എന്ന് പറഞ്ഞ പപ്പി ഞാനായിരുന്നല്ലേ, ഞാൻ അത്രയ്ക്ക് ക്യൂട്ടായിരുന്നു എന്ന് ചോദിക്കാണ് ഹേന ഇപ്പോ. ജിൻസോ അതേന്ന് പറഞ്ഞതും എന്നാ പിന്നെ എളുപ്പത്തിൽ എന്റെ ശാപം മാറ്റാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചേന്. ശാപം മാറ്റാൻ അത്ര എളുപ്പമായിരുന്നില്ല, കാരണം എനിക്ക് ഡോഗ്സിനെ പേടിയായിരുന്നു എന്ന് അവൻ പറയും. ഇതേ സമയത്താണ് ലീ കൊണ്ടുവന്ന ഡോഗ്സ് എല്ലാം അവരുടെ നേർക്ക് ഓടിച്ചല്ല. അത് കണ്ടതും ജിൻസോ ഹേനേനെയും കൊണ്ട് ഓടുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ജിയ ആണെങ്കിൽ അവരെ രക്ഷിക്കാൻ ആ മൗണ്ടൈന്റെ അടുത്തേക്ക് ചെല്ലുന്ന ടൈം ലീ വരാണ് അവളുടെ അടുത്തേക്ക്. പാസ്റ്റ് ലൈഫിൽ അവൾ എപ്പോഴൊക്കെ അവിടേക്ക് ചെന്നാലും ആത്മഹത്യ ചെയ്യാനാണെന്ന് കരുതി ലീ രക്ഷിക്കാൻ ചെല്ലാറുണ്ടല്ലോ. ഈ സമയം അവളെ പഴയ ജിയയായി തോന്നാണ് അവന്. ജിയ ലീനെ തൊട്ടതും പാസ്റ്റ് ലൈഫിൽ നടന്നതെല്ലാം ലീയും കാണാൻ തുടങ്ങും. അത് ശരിക്കും പഴയ ജിയയുടെ ആത്മാവ് തന്നെയായിരുന്നു. അവർ തമ്മിൽ പങ്കുവെച്ച ഓരോ മൊമെന്റ്സും അവൻ കാണുന്നുണ്ട്. കട്ട് ചെയ്താ ജിയുള്ള സ്ഥലം തനിക്കറിയാന്ന് പറയുന്ന ഹേനേനെയാണ് കാണിക്കുന്നത്. കുറച്ചു കഴിയുമ്പോഴാണ് താൻ പറഞ്ഞത് തെറ്റായി പോയെന്നുള്ള ബോധം വരെയും എനിക്കറിയില്ല എന്ന് ഹേന പറയാം. പക്ഷെ അപ്പോഴേക്കും ഹീറോയുടെ സാർ അവളെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തുമ്പോ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ജിയനെ ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയാണ് അവള്. ശേഷം ഹേന പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഫ്രണ്ട് വഴി ജിൻസോ അറിയും. ഫ്രണ്ട് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതുമാണ് കാണിക്കുന്നത്. ഹേന തിരിച്ച് മൗണ്ടൈനിലേക്ക് പോയെങ്കിലും ഹീറോയുടെ സാറും ആൾക്കാരും അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ജിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി ചെല്ലുമ്പോ അവൾ അവിടെ ഉണ്ടാവുമില്ല. അപ്പൊ തന്നെ അയാളും വരുന്നുണ്ട് അങ്ങോട്ട്. പിന്നീട് ജിയയുടെ പപ്പി ദുഃഖാണ് അവളുള്ള സ്ഥലം ഹേനയ്ക്ക് കാണിച്ചു കൊടുക്കുക. പക്ഷെ പിന്നാലെ അവന്മാരും ഉണ്ടായി. അവരങ്ങനെ രണ്ടുപേരെയും കൊല്ലാൻ പോകുന്ന ടൈം വീണ്ടും ഹീറോ അവിടേക്ക് എത്തി അവരെ രക്ഷിക്കുന്നതാണ് കാണിക്കുന്നത്. അവരുടെ രക്ഷപ്പെട്ടു വരുന്നതിനിടയ്ക്കാണ് അവർ ആ മലമുകളിലെത്താം. അവിടെ വെച്ചും ഒരമ്പ് പോലും അവരുടെ മേല് കൊള്ളാതെ ഹീറോ ഫൈറ്റ് ചെയ്ത് നിൽക്കും. സത്യത്തിൽ അവർ ജിയയുടെ നേർക്ക് ചെയ്ത അമ്പ് ജിൻസോ തടയുമ്പോഴാണ് അവൾക്ക് നേരെ അവൻ വാള് ചൂണ്ടി നിൽക്കുന്നതായി ലീക്ക് തോന്നിയത്. അപ്പൊ തന്നെ ഹീറോയുടെ നെഞ്ചിലേക്കും അമ്പയാണ് അവര്. പക്ഷെ ലീ ജിൻസോനെ തെറ്റിദ്ധരിക്കും. ബാക്കി അനുയായികളെ ലീന വളയുന്ന സമയം ജിൻസോടെ ആ വാള് വാങ്ങി ജിയ സ്വയം അവളെ കുത്തുന്നതാണ് കാണിക്കാം. എന്റെ കുഞ്ഞു പോയി, പക്ഷെ നിന്റെ കുഞ്ഞെങ്കിലും ജീവിക്കണം, നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കാൻ ഞാൻ മരിച്ചേ മതിയാവുന്നു പറഞ്ഞ് ജിയ താഴേക്ക് ചാടാണപ്പോ. അത് മാത്രമേ ലീയും കണ്ടുള്ളൂ. തൊട്ടു പിന്നാലെ ജിയക്കൊപ്പം ദുഃഖും ആ മൗണ്ടൈനിൽ നിന്ന് ചാടാണ്. അവിടെ സിംഗട്ടെ ഇതാ ഹേന ജിൻസോനെ അവരുടെ കണ്ണിൽ പെടാതെ കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നുണ്ടാവുക. നമ്മുടെ കുഞ്ഞ് നന്നായി വളരണമെന്നും പറഞ്ഞാണ് ജിൻസോ മരിക്കുന്നത്. അത് ഹേനയ്ക്ക് സഹിക്കാനാവില്ല. പാസ്റ്റ് ലൈഫിലും യാദൃശ്യമായി ഹേനയെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ അവൻ അവളെ ഇഷ്ടമായതായിരുന്നു. അവളെ വീണ്ടും കണ്ടുമുട്ടണമെന്ന് പ്രാർത്ഥിച്ച പോലെ ജിയയുടെ വീട്ടിൽ വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്തെങ്കിലും ഒന്നിച്ച് കഴിയാൻ വിധി ഉണ്ടായില്ല. വീണ്ടും നിന്നെ കണ്ടുമുട്ടാനാണ് എന്റെ ആഗ്രഹം എന്നും പറഞ്ഞ് ജിൻസോ മരിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സത്യങ്ങളെല്ലാം ഇപ്പോഴാണ് ലീ അറിയുന്നത്. സ്വയം മരിക്കാന്നുള്ളതപ്പോ നിന്റെ തീരുമാനമായിരുന്നു എന്ന് ചോദിച്ചേന് ഈ ഭൂമി കാണാൻ പറ്റാത്ത എന്റെ കുഞ്ഞിന്റെ അവസ്ഥ ഹേനയുടെ കുഞ്ഞിനും വരരുതെന്നേ ഞാനപ്പോ ചിന്തിച്ചുള്ളൂ എന്ന് പറഞ്ഞതും അപ്പൊ എന്നെ കുറിച്ച് ഓർത്തില്ലേന്ന് ലീ തിരിച്ചു ചോദിക്കും. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്ന എനിക്ക് അറിയാമായിരുന്നു എന്നുള്ള അവളുടെ മറുപടി കേട്ട് ലീ തിരികെ പോവാണപ്പോ ഇന്നേരം ജി അവനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഒരു യാത്ര പോലും പറയാതെ ദുഃഖിന്റെ അച്ഛൻ തിരികെ പോവാണോ?
എനിക്ക് ആ സൂര്യാസ്തമയം ഒന്നുകൂടി കാണിച്ചു തരില്ലേന്ന് കേട്ടതും പൊട്ടിക്കരയാണവൻ. ഒരുപാട് വിഷമിച്ചെങ്കിലും നമ്മൾ ഒരുമിച്ച് അതിനേക്കാളേറെ സന്തോഷിച്ചിട്ടില്ലേ, ഇനിയും വിഷമിക്കരുതെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ജിയ അവനെ. ഇതേ സമയം ലീ പറഞ്ഞയച്ച ആ ഡോഗുകളും അവരുടെ അടുത്തുനിന്ന് മാഞ്ഞു പോവുകയും ഹേനയ്ക്ക് അവളുടെ ഓരോരോ ഓർമ്മകളായി എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടുന്നതാണ് കാണിക്കുന്നത്. ഹേനയും ജിൻസോയും ഒരുമിച്ചുണ്ടായ ഓരോ നല്ല മൊമെന്റ്സും അവൾ ഓർക്കും. ആ അടക്കാനാവാത്ത സന്തോഷം കൊണ്ട് ഹേന ജിൻസോനെ കെട്ടിപ്പിടിക്കുന്നതും കാണിച്ചാണ് ഈ എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഈ സീരീസിന് ടോട്ടൽ 14 എപ്പിസോഡേ ഉള്ളൂ. അടുത്ത എപ്പിസോഡാണ് നമ്മുടെ ഫൈനൽ എപ്പിസോഡ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്